നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിലകളെക്കുറിച്ചാണ്. അടിസ്ഥാന ശില, മാതൃശില, പിതൃശില, പാതാളശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശിലകൾ. അടിസ്ഥാന ശില, മാതൃശില, പിതൃശില, പാതാളശില എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശിലകൾ. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശില. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശില. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ശില ആഗ്നേയശില. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ശില ആഗ്നേയശില. ആഗ്നേയശില രണ്ട് തരം: വോൾഗനിക് ശില, പ്ലൂട്ടോണിക് ശില. ആഗ്നേയശിലകൾ രണ്ട് തരം: വോൾഗനിക് ശില, പ്ലൂട്ടോണിക് ശില. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നോ ഭൂവൽക്കത്തിലെ വിള്ളലുകൾക്കിടയിലൂടെയോ മാഗ്മ പുറത്തുവന്ന് ലാവ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശില വോൾഗനിക് ശില. ബാഹ്യജാത ശില. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നോ ഭൂവൽക്കത്തിലെ വിള്ളലുകൾക്കിടയിലൂടെയോ മാഗ്മ പുറത്തുവന്ന് ലാവ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലയാണ് വോൾഗനിക് ശില, ബാഹ്യജാത ശില. ഭൗമോപരിതലത്തിന് തൊട്ടു താഴെ വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശില പ്ലൂട്ടോണിക് ശില. ഭൗമോപരിതലത്തിന് തൊട്ടു താഴെ വെച്ച് മാഗ്മ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശില പ്ലൂട്ടോണിക് ശില, അന്തർവേദ ശില. ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണം ബസാൾട്ട് ശിലകൾ. ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണം ബസാൾട്ട് ശിലകൾ. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണ് റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണ് റിഗർ മണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾ കൂടുതൽ കാണപ്പെടുന്നത് ഡക്കാൻ ട്രാപ്പ് മേഖല. ബസാൾട്ട് ശിലകൾ കൂടുതൽ കാണപ്പെടുന്നത് ഡക്കാൻ ട്രാപ്പ് മേഖല. ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകൾ ഏതുതരം ശിലകളാണ് നിർമ്മിതമാണ്? ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകൾ ഏതുതരം ശിലകളാൽ നിർമ്മിതമാണ്? ബസാൾട്ട് ശിലകൾ കൊണ്ട്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് റിഗർ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് റിഗർ മണ്ണ്. അന്തർവേദ ശിലകൾ ഉദാഹരണം ഗ്രാനൈറ്റ്, ബസോലിത്ത്. അന്തർവേദ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസോലിത്ത്. ലാവയും ജലവും സംയോജിച്ചുണ്ടാകുന്ന ശില പുമിസ് ശില. ലാവയും ജലവും സംയോജിച്ചുണ്ടാകുന്ന ശില പുമിസ് ശില, ജലത്തിൽ പൊങ്ങിക്കിടക്കും. ഫോസിലുകൾ കാണപ്പെടാത്ത ശില ആഗ്നേയശില. ഫോസിലുകൾ കാണപ്പെടാത്ത ശില ആഗ്നേയശില. ഡിയോറൈറ്റ്, ഗാബ്രോ എന്നിവ ആഗ്നേയശിലക്ക് ഉദാഹരണമാണ്. ഡിയോറൈറ്റ്, ഗാബ്രോ എന്നിവ ആഗ്നേയശിലകൾ ഉദാഹരണമാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറത്തുവരുന്ന ചാരത്തിൽ നിന്നുണ്ടാകുന്ന ശില ടഫ്. അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറത്തുവരുന്ന ചാരത്തിൽ നിന്നുണ്ടാകുന്ന ശില ടഫ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം ആഗ്നേയശില. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം ആഗ്നേയശില. അവസാദശില. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില അവസാദശില. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില അവസാദശില. പാളികളായി രൂപം കൊള്ളുന്ന ശില അവസാദശില. പാളികളായി രൂപം കൊള്ളുന്ന ശില അവസാദശില. സെക്കൻഡറി റോക്ക് എന്നറിയപ്പെടുന്നു. അവസാദശില സെക്കൻഡറി റോക്ക് എന്നറിയപ്പെടുന്നു. ഏറ്റവും കാഠിന്യം കുറഞ്ഞ ശിലയും അവസാദശിലയാണ്. മഴ, കാറ്റ്, മഞ്ഞ് എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശില. മഴ, കാറ്റ്, മഞ്ഞ് എന്നിവയുടെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന ശിലയാണ് അവസാദശില. അവസാദശിലകൾക്ക് ഉദാഹരണം ഹിമാലയം. അവസാദശിലകൾക്ക് ഉദാഹരണം ഹിമാലയം. ഫോസിൽ കാണപ്പെടുന്ന ശില അവസാദശില. ഫോസിൽ കാണപ്പെടുന്ന ശില അവസാദശില. അവസാദശിലകൾ മൂന്ന് രീതിയിൽ രൂപം കൊള്ളുന്നു: യാന്ത്രികം, രാസപരം, ജൈവികം. യാന്ത്രികമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണം കളിമണ്ണ്, മണൽക്കല്ല്, ഷെയിൽ. യാന്ത്രികമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണം കളിമണ്ണ്, മണൽക്കല്ല്, ഷെയിൽ. ജൈവികമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണം കൽക്കരി, ഡോളമൈറ്റ്, ചോക്ക്. ജൈവികമായി രൂപം കൊള്ളുന്ന അവസാദശിലകൾക്ക് ഉദാഹരണം കൽക്കരി, ഡോളമൈറ്റ്, ചോക്ക്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില. പെട്രോളിയം ലഭിക്കുന്നത് അവസാദശിലയിൽ നിന്നുമാണ്. പെട്രോളിയം ലഭിക്കുന്നത് അവസാദശിലയിൽ നിന്നും. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. ശിലാതൈലം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. ചോക്കിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. ചോക്കിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പുകല്ലിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പുകല്ലിന്റെ രാസനാമം കാൽഷ്യം കാർബണേറ്റ്. ഭൂവൽക്കത്തിൽ ധാതുക്കളുടെ പകുതിയോളം വരുന്ന ഇനം ഫെൽസ്പാർ. ഭൂവൽക്കത്തിൽ ധാതുക്കളുടെ പകുതിയോളം വരുന്ന ഇനം ഫെൽസ്പാർ.
ഫെൽഡ്സ്പാറിൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാസ്യം, അലുമിനിയം. ഫെൽഡ്സ്പാറിൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാസ്യവും അലുമിനിയവുമാണ്. സമുദ്രത്തിലെ അടിത്തട്ടിൽ സൂക്ഷ്മജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന അവസാദശില കൽക്കേരിയസ്. സമുദ്രത്തിലെ അടിത്തട്ടിൽ സൂക്ഷ്മജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന അവസാദശില കൽക്കേരിയസ്. രാസപരമായി രൂപം കൊള്ളുന്ന അവസാദശിലകളാണ് ജിപ്സും, ഉപ്പുകല്ല്. രാസപരമായി രൂപം കൊള്ളുന്ന അവസാദശിലകളാണ് ജിപ്സം, ഉപ്പുകല്ല്. ജിപ്സത്തിന്റെ രാസനാമം ഹൈഡ്രേറ്റഡ് കാൽഷ്യം സൾഫേറ്റ്. ജിപ്സത്തിന്റെ രാസനാമം ഹൈഡ്രേറ്റഡ് കാൽഷ്യം സൾഫേറ്റ്. ഹാലൈറ്റ്, റോക്ക് സാൾട്ട് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഏതു തരം ശിലയാണ്? അവസാദശില. ഹാലൈറ്റ്, റോക്ക് സാൾട്ട് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഏതു തരം ശിലയാണ്? അവസാദശില. കാറ്റിന്റെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന അവസാദശില ലോയിസ്. കാറ്റിന്റെ പ്രവർത്തന ഫലമായി രൂപം കൊള്ളുന്ന അവസാദശില ലോയിസ്. പീറ്റ് അവസാദശില. പീറ്റ് അവസാദശില. കായാന്തരിക ശില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില കായാന്തരിക ശില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില കായാന്തരിക ശില. ആഗ്നേയശിലക്കും അവസാദശിലക്കും ഊഷ്മാവ്, മർദ്ദം, വ്യാപ്തം എന്നിവയിൽ വ്യത്യാസം വരുന്നതിലൂടെ രൂപത്തിലും ഘടനയിലും നിറത്തിലും മാറ്റം വരുന്നതിലൂടെ രൂപം കൊള്ളുന്ന ശില കായാന്തരിക ശില. വജ്രം, മരതകം എന്നിവ കായാന്തരിക ശില. വജ്രം, മരതകം എന്നിവ കായാന്തരിക ശില. കായാന്തരികം സംഭവിച്ചാൽ ഗ്രാനൈറ്റ് നൈസായി മാറുന്നു. കളിമണ്ണ് സ്ലേറ്റായി മാറും. മണൽക്കല്ല് ക്വാർട്സൈറ്റായി മാറും. കായാന്തരികം സംഭവിച്ചാൽ ഗ്രാനൈറ്റ് നൈസായി മാറും. കളിമണ്ണ് സ്ലേറ്റായി മാറും. മണൽക്കൽ ക്വാർട്സൈറ്റായി മാറും. കൽക്കരി ഗ്രാഫൈറ്റ് ആകും. ബസാൾട്ട് ഷിസ്റ്റായി മാറും. ചുണ്ണാമ്പുകല്ല് മാർബിൾ ആകുന്നു. ഷെയിൽ സ്ലേറ്റായി മാറുന്നു. കൽക്കരി ഗ്രാഫൈറ്റ് ആകും. ബസാൾട്ട് ഷിസ്റ്റായി മാറും. ചുണ്ണാമ്പുകല്ല് മാർബിൾ ആകുന്നു. ഷെയിൽ സ്ലേറ്റായി മാറുന്നു. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം വജ്രം. കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം വജ്രം. കാർബണിന്റെ വൈദ്യുതി കടത്തിവിടാത്ത രൂപം ഗ്രാഫൈറ്റ്. കാർബണിന്റെ വൈദ്യുതി കടത്തിവിടാത്ത രൂപം ഗ്രാഫൈറ്റ്. താങ്ക് യു.